അസ്സലാമു അലൈക്കും. സൂറത്തുൽ ഫാത്തിറിൽ ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട്. മരിച്ചവർ കേൾക്കുകയില്ല, കേട്ടാൽ തന്നെ ഉത്തരം നൽകില്ല എന്ന അർത്ഥം വരുന്ന ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരിക്കെ മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്നതും മറ്റ് പലരെയും വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നതും അതിനെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് സ്ഥലം പറഞ്ഞു. മരിച്ചവരുടെ ജഡം കേൾക്കുകയില്ല, കാണുകയില്ല എന്നാണ് പറഞ്ഞത്. എന്നല്ലാതെ മരിച്ചവരുടെ റൂഹ് കേൾക്കുകയില്ല, കാണുകയില്ല എന്ന് പറഞ്ഞാൽ മരിച്ച ഉടനെ തന്നെ മലക്കുകൾ ചോദിച്ചാൽ നടക്കണം. അപ്പൊ ഖബറിൽ വെച്ച് മലക്കുകൾ നമ്മോട് ചോദിക്കുമ്പോൾ മലക്കോട് പറയണം, അല്ല ഖുർആനില്ലേ ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ കേൾപ്പിക്കൂല, ഞങ്ങൾ മരിച്ചിട്ടില്ലേ, പിന്നെ ഞങ്ങളോട് ചോദിച്ചാൽ നടക്കണം എന്താ ചോദിക്കണം. നമ്മൾ മുസ്ലിങ്ങളൊക്കെ വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ വെച്ച് ചോദ്യം ഉണ്ടാവുന്ന, അതിൽ പുത്തൻ പ്രസ്ഥാനക്കാരോ മറ്റോ ഒന്നുമല്ല. ഈ മരിച്ചവരെ കേൾപ്പിക്കൂല എങ്കിൽ മലക്കുകൾ എന്തിനാണ് ഇതിന് നടക്കുന്നത്? മലക്കുകൾ ഈ ആയത്ത് കണ്ടിട്ടില്ലേ? മലക്കുകൾ ഈ ആയത്ത് നബിക്ക് കൊണ്ടേ കൊടുത്തത് മലക്കുകളല്ലേ? മലക്കുകൾ മരിച്ചവരെ കേൾപ്പിക്കൂല എന്നുള്ള ആയത്ത് ഓർമ്മയില്ലാത്തവരാണോ മലക്കുകൾ ചോദിക്കുന്നത്? അപ്പോ അതിന്റെ ഉദ്ദേശം അങ്ങനെയല്ല, അവർക്ക് ഉപകാരം കിട്ടുന്ന വിധത്തിലുള്ള ഉപദേശ വയലുകൾ മരിച്ചാൽ പിന്നെ പറ്റില്ല എന്നതാണ് അതിന്റെ വിവക്ഷ. അല്ലെങ്കിൽ മലക്കുകൾ ചോദിക്കൂലായിരുന്നു. മലക്കുകൾ മരിച്ചവരോട് ചോദിക്കുന്നുണ്ട്. മലക്കുകൾക്ക് ഈ ആയത്ത് അറിയാം, അതിന്റെ ഉദ്ദേശവും അറിയാം. അല്ലാഹുവിന്റെ റസൂൽ ബദറിൽ മരിച്ചവരെ ചെന്ന് കണ്ടവരോട് ഉച്ചത്തിൽ സംസാരിച്ച പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ബദറിൽ ശത്രുക്കൾ മരിച്ചു കിടക്കുകയാണ്. മരിച്ചു കിടക്കുന്ന ശത്രുക്കളുടെ മുശ്രിക്കീങ്ങളുടെ ഖുറൈശികളുടെ ശവകൂമ്പാരങ്ങൾ അങ്ങനെ കിടക്കുന്ന സ്ഥലത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ കാലടി വെച്ച് നടന്നു ചെല്ലുകയാണ്. നടന്നു ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവരുടെ അടുത്തെത്തിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്നു, ഹിശാമിന്റെ മകൻ അബൂ ജാഹിലെ റബീഅയുടെ മക്കളായ ഉത്ബത്തെ ശൈബത്തെ മരിച്ചു കിടക്കുന്നവരെ നോക്കി റസൂൽ വിളിക്കുകയാണ്. മരിച്ചു കിടക്കുന്ന ശവങ്ങളെ നോക്കിക്കൊണ്ട് വിളിക്കുകയാണ്. തലഫിന്റെ മക്കളായ ഇന്നാലിന്നവരെ ഓരോരുത്തരെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു, എന്റെ റബ്ബ് എന്നോട് ചെയ്ത കരാർ എനിക്ക് അവൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. നിങ്ങളോട് അവൻ പറഞ്ഞതും നിങ്ങൾക്ക് ശരിയായി തെളിഞ്ഞില്ലേ എന്ന് മരിച്ചു കിടക്കുന്ന ആളുകളുടെ ശവശരീരങ്ങളെ നോക്കിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, മരിച്ചു കിടക്കുന്ന ഈ ആളുകൾ നിങ്ങൾ ആ പറഞ്ഞത് കേട്ടോ? അവർ മരിച്ചു പോയവരല്ലേ? റസൂൽ മറുപടി പറയുകയാണ്, ഉമറേ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആൾ എങ്ങനെ കേട്ടുവോ അതിനേക്കാൾ വ്യക്തമായി ഞാൻ പറഞ്ഞത് ഇവർ കേട്ട് കഴിഞ്ഞിരിക്കുന്നു ഉമറേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഖബറിൽ കിടക്കുന്നവർക്ക് പുറത്തുള്ളവരുടെ ശബ്ദം കേൾക്കാൻ കഴിയുമോ? ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഖബറിൽ കിടക്കുന്ന ആളുകൾ, മരിച്ചുപോയവർ, അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്നതാണ്. അവർക്ക് ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ കഴിയില്ല, അതാണ് അടിസ്ഥാനം. അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്നതാണ് അടിസ്ഥാനം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ചില സന്ദർഭങ്ങളിൽ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കാം, കേൾക്കില്ല എന്നതാണ് അടിസ്ഥാനം. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരാൾ ഖബറിൽ വെച്ചാൽ ആ ആളുകൾ നടന്നു പോകുന്ന ശബ്ദം അവൻ കേൾക്കും. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. സലാം പറയുക എന്നത് അവർക്ക് വേണ്ടി റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ എന്നത് അവരോടുള്ള തേട്ടമല്ല, അവർക്ക് വേണ്ടി റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. റബ്ബിന്റെ രക്ഷയുണ്ടാകുവാനും റബ്ബിൽ നിന്നുള്ള ആഫിയത്ത് അവർക്ക് ലഭിക്കുവാനും ഒക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, റബ്ബിനോടുള്ള ദുആയാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ളത്. ഒരു അഭിസംബോധന ശൈലിയിൽ പ്രയോഗിക്കപ്പെട്ടു എന്നുകൊണ്ട് മാത്രം അവർ അത് കേൾക്കുമെന്നോ സലാം പറയുന്ന ആളെ അവർ അറിയുമെന്നോ അതൊക്കെ മനസ്സിലാക്കുമെന്നോ എന്നൊന്നും പറയാൻ നമുക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സാധ്യമല്ല. ഒരാൾ സലാം പറഞ്ഞാൽ ഇന്നാണ് സലാം പറഞ്ഞു, ആ പറഞ്ഞ ആൾ ഇന്നാളാണ് എന്നൊക്കെ അയാളുടെ പേരും അഡ്രസ്സും അറിയുക, അയാളെക്കുറിച്ച് അറിയുക, ആ ദുനിയാവിലെ കാര്യമൊക്കെ ഓർമ്മയാവുക, അങ്ങനെയൊന്നും ഒരു ഖബറാളിക്ക് ഒരു അനുഭവം ഉണ്ടാകുമെന്ന് പറയാൻ പ്രമാണങ്ങൾ നമ്മളൊക്കെ അന്വേഷിച്ചിടത്തോളം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും ഏത് കാര്യത്തും. ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠമാണ്. മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഈ മരിച്ചു വീണ ആളുകളെ 10-24 പ്രമുഖന്മാരുണ്ട്. ആ പ്രമുഖന്മാരുടെയൊക്കെ ശവശരീരങ്ങൾ ബദറിലുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞു. ഒന്നൊന്നായി പിടിച്ച് ബദറിലുള്ള പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. മുസ്ലിമീങ്ങളിൽ 14 ആളുകൾ ഷഹീദുകളായിട്ടുണ്ട്. ആ ബദർ ശുഹദാക്കളെ ബദറിന്റെ പോർക്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കി. ഇവരെ ഈ ആളുകളൊക്കെ അവരുടേതായ കേന്ദ്രങ്ങളിലേക്ക് പല സ്ഥലത്തും അവിടെയായി ചെറിയ ഈ പ്രമുഖന്മാരായ കുറെ ആളുകളെ 24 പ്രമുഖന്മാരുണ്ട്. അവരൊക്കെ ബദറിൽ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ആ പൊട്ടക്കിണറ്റിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം അവിടെ തങ്ങി. 3-ാമത്തെ ദിവസം അവരൊക്കെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് ആ ചീഞ്ഞളിയാൻ തുടങ്ങിയ ആ ശവശരീരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒറ്റക്കിണറ്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഫൈനാ ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖാ, ഞങ്ങളോട് ഞങ്ങളുടെ റബ്ബ് വാഗ്ദത്തം ചെയ്തത് സത്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളോട് റബ്ബ് വാഗ്ദത്തം ചെയ്തത് സത്യമായിരുന്നുവെന്ന് ഞങ്ങൾ കണ്ടു. ഫഹൽ വജദ്തും മാ വഅദ റബ്ബുക്കും ഹഖാ, നിങ്ങളോട് നിങ്ങളുടെ രക്ഷിതാവ് വാഗ്ദത്തം ചെയ്തതും സത്യമായിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചീഞ്ഞളിഞ്ഞാൻ തുടങ്ങിയ ശവശരീരങ്ങളോട് ബദറിൽ വെച്ച് ചോദിച്ചു. ഫഖാല ഉമർ, ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ തുകല്ലിമു മിൻ അജ്സാദില്ല അർവാഹലഹ, ആത്മാക്കളില്ലാത്ത കേവലം ജഡങ്ങളായി കഴിഞ്ഞ ഈ ശവശരീരങ്ങളോട് നിങ്ങൾ സംസാരിക്കുകയോ നബിയേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. മാൻ തും ബി അസ്മാഇൽ മാ ഖൂലു മിൻഹും, ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ അവരെക്കാൾ കേൾക്കുന്നവരല്ല നിങ്ങൾ. ഞാൻ പറയുന്നത് നിങ്ങൾ അവരെക്കാൾ നിങ്ങൾ കേൾക്കുന്നവരല്ല.
എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചത്? എങ്ങനെയാണ് ഈ മരണപ്പെട്ട ആളുകളോട് നബി തങ്ങൾ സംസാരിക്കുന്നത്? അവരെങ്ങനെയാണ് അത് കേട്ടു എന്നതിനെ സംബന്ധിച്ച് പറയുന്നത്? ഇമാം ഖത്താദ റളിയല്ലാഹു തആല അൻഹു സഹീഹ് ബുഖാരിയിൽ സംഭവം ഉദ്ധരിച്ച് ഉടനെ പറയാണ്, അഹ്യാഹുമുല്ലാഹ്, അല്ലാഹു അവർക്ക് ജീവൻ കൊടുത്തു. ഹത്താ അസ്മഅഹും ഖൗലഹു, നബി തങ്ങളുടെ വാക്ക് അവർ കേൾക്കുന്നതുവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് അവരൊന്ന് കേൾക്കുന്നതുവരെ അവർക്ക് അല്ലാഹു ജീവൻ കൊടുത്തതാണ്. തൗബീഹൻ, അവരെ നിന്ദിക്കാൻ വേണ്ടി, വതസ്ഗീറൻ, അവരെ അപമാനിക്കാൻ വേണ്ടി, ചെറുതാക്കാൻ വേണ്ടി, വനിഖമതൻ, അവർക്ക് ഒരു ശിക്ഷ എന്ന നിലക്ക്, വഹസ്റതൻ, ഒരു നെടും ഖേദത്തിനും വനദമാ, നേരത്തെ അഗാധമായ ദുഃഖത്തിനും ഒരു വഴിവെക്കണം എന്ന നിലക്ക് വളരെയേറെ അവർക്ക് അതൊന്നും കേൾപ്പിക്കേണ്ട ഒരു നിലക്ക് ഒരു മുഅ്ജിസത്താണ് അവിടെ സംഭവിച്ചത്. നബി തങ്ങളാണ് പറഞ്ഞപ്പോൾ കേൾക്കുന്ന ഒരു മുഅ്ജിസത്താണ് സംഭവിച്ചു. അല്ലാതെ സാധാരണ നടക്കുന്ന ഒരു കാര്യമല്ല. സാധാരണഗതിയിൽ മരണപ്പെട്ടവർ എന്ത് ചെയ്യൂല, നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല, ഉത്തരം ചെയ്യൂല, നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാവില്ല, അവർ കേൾക്കൂല. ഇവിടെ സംഭവിച്ചെന്താ? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വാക്ക് അവർ കേട്ടിട്ട് അവർക്ക് ഒന്നും കൂടെ വിഷമം കൂടണം, അവർ നിന്ദ്യരാവണം, അപമാനിതരാവണം, അവർ നിസ്സാരരാവണം, ശിക്ഷയുടെ ഗൗരവം അറിയണം, നെടും ഖേദത്തിലാവണം, അഗാധ ദുഃഖത്തിലാവണം. അതെ, ആ നിലയ്ക്ക് അതെന്നാൽ കേൾക്കാൻ വേണ്ടി മാത്രം പടച്ചോൻ അവർക്ക് ജീവൻ കൊടുത്തതാണ് എന്നാണ് ഖത്താദ റളിയല്ലാഹു തആല അൻഹു വ്യാഖ്യാനിച്ചതായി സഹീഹ് ബുഖാരിയിൽ രേഖപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇവിടെ കാരണം വല്ലാണ്ട് തെറ്റിദ്ധരിച്ച കാര്യമാണ്. അതിനുവേണ്ടി പ്രസംഗിച്ചത്. ഈ വിഷയത്തിൽ മരിച്ച ആളുകൾ കേൾക്കുമോ കേൾക്കില്ലേ? കബർ മരണപ്പെട്ട ആളുകൾ കേൾക്കൂലേ? രണ്ട് ചർച്ച ഉണ്ട്. കേൾക്കും കേൾക്കൂല. ഇത് കേൾക്കുന്നവരെല്ലാം കേൾക്കുന്നല്ല. ചില പരിധികൾ, ചില നിയന്ത്രണങ്ങൾ, ചില വിഷയങ്ങൾ, അത് എപ്പോൾ കേൾക്കും ചർച്ച ഉണ്ട്. അത് വിശദീകരിക്കുന്നത് പണ്ഡിതന്മാർ പറയാം. കേൾക്കുകയില്ല എന്ന വാദം പറയുന്ന ഒരാൾക്കാ ആയിഷ റളിയല്ലാഹു അൻഹ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, വഗൈറു വാഹിദിൻ മിന സ്വഹാബത്തി, സ്വഹാബത്തിൽപ്പെട്ട മറ്റു പലരും മയ്യിത്ത് മരിച്ച ആളുകൾ കേൾക്കില്ല എന്ന വാദവിശ്വാസക്കാരാണ്. വഹുവ മദ്ഹബുൽ ജുംഹൂർ, അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും മദ്ഹബ്. വഹുവ ഖൗലു ഇബ്നു ആബിദീൻ, അതാണ് ഇബ്നു ആബിദീന്റെ അഭിപ്രായം. വബ്നുൽ ഹുമാം, വബ്നു നുജൈം, വൽ ഹസ്വതി വഗൈറുഹും, ഹസ്വതിയുടെയും ഇബ്നു നുജൈമിന്റെയും ഇബ്നു ഹുമാമിന്റെയും വീക്ഷണം അതാണ്. മിൻ അയിമ്മത്തിൽ ഹനാഫ്, അവർക്ക് ഹനഫി പണ്ഡിതന്മാരാണ്. വൽ മാസിരി വൽ ബാജി വൽ ഖാദി അയാദ് മിനൽ മാലിക്കിയ, മാലിക്കി മദ്ഹബിലെ മാസിരിയും ബാജിയും ഖാദി അയാദിന്റെ അഭിപ്രായം അതാണ്. വൽ ഖാദി അബി യഅല മിനൽ ഹനാബില, ഹംബലി മദ്ഹബിലെ അബൂ യഅലയുടെ അഭിപ്രായം അതാണ്. എന്ത് മരിച്ചവരെ കേൾക്കൂല? നിങ്ങൾ മരിച്ചവരെ കേൾപ്പിക്കില്ല. ആശയത്തിലേക്ക് വിശദീകരണത്തിലേക്ക് പോകുമ്പോഴാണ് മൗത്താൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വിശദീകരണം വരുന്നത്. അതല്ലാതെ ഞങ്ങൾ യുക്തിവാദികളാണ് പറഞ്ഞുകൊണ്ട് പിന്നെ സാഹിബ് നിങ്ങളെ ഉറപ്പാത്തും ചുരുക്കപ്പിച്ചാത്തും ഇവിടെ സ്ഥാപിക്കാൻ കഴിയില്ല. ഈ ആയത്തിൽ വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത് മരിച്ചവരെ കേൾക്കൂല. ഇനി കേട്ടോ, നിങ്ങൾക്ക് സാധ്യമല്ല ഈ മുശ്രിക്കുകളെ, മക്കത്തെ മുശ്രിക്കുകളെ കേൾപ്പിക്കൽ സാധ്യമല്ല, അവർക്ക് മനസ്സിലാക്കി കൊടുക്കൽ സാധ്യമല്ല. അല്ലദീന ഖദ ഖതമല്ലാഹു അലാ അസ്മാഇഹിം, കാരണം അല്ലാഹു അവരെ ചെവിക്ക് സീൽ വെച്ചിട്ടുണ്ട്, അടച്ചു വെച്ചിട്ടുണ്ട്. ഫസലബഹും ഫഹ്മമാ യുത്ലാ അലൈഹിം മിൻ മവാഇദ് തൻസീലിഹി, ഖുർആനിന്റെ ആയത്തുകളും വിഷയങ്ങളും അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ആ ഫഹ്മിന്റെ കുതിരത്ത് അത് ഊരിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയില്ല. അതിനെ ഏറ്റവും സദൃശപ്പെടുത്തി അൽ മൗതാ, മരിച്ചവരോട്. അതാണ് വിഷയം. അപ്പൊ ഈ ആയത്ത് ധരിച്ചുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർക്ക് പറഞ്ഞത് മരിച്ചവരെ കേൾക്കില്ല. ഇനി കേട്ടോ, ഖത്താദ റളിയല്ലാഹു അൻഹു പറയാണ്, ഹാദാ മസലുൻ രൂപയാണ്, ദറബഹുല്ലാഹു ലിൽ കാഫിരി ഫകമാ ലാ യസ്മഉ അൽ മയ്യിതു അദ്ദുആ കദാലിക ലാ യസ്മഉൽ കാഫിറു, മരിച്ച ആൾ വിളിക്കുന്നത് കേൾക്കാത്തതുപോലെ നിഷേധികളായ ആളുകളോട് അങ്ങോട്ട് പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല. കേൾക്കാത്ത ആളുകളെ, കേൾക്കാൻ തയ്യാറാകാത്ത ആളുകളെ, ഗ്രഹിക്കാൻ തയ്യാറാകാത്ത ആളുകളെ അല്ലാഹു മരിച്ചവരോട് ഉൾപ്പെടുത്തിയതാണ്. അത് തശ്ബീഹാണ് എന്ന് ഖത്താദ റളിയല്ലാഹു പറയുന്നു. തശ്ബീഹ് ചെയ്യുമ്പോൾ ഏതിനോടാണോ തശ്ബീഹ് ചെയ്യുന്നത്, ഏതിനോടാണോ സാദൃശ്യപ്പെടുന്നത്, അതിൽ ഇതിനുള്ള കാരണം എന്താണോ ആ കാരണം അത് കൂടുതൽ ശക്തമായിരിക്കണം. അപ്പോഴേ അതിനോട് തശ്ബീഹ് ചെയ്യുള്ളൂ. ഇതാണ് ഖത്താദ റളിയല്ലാഹു പറഞ്ഞത്. എൻ്റെ പേര് ഷഫീഖ് എന്നാണ്. എൻ്റെ സ്ഥലം പെരുമ്പാവൂരാണ്. മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്നും മരിച്ചവർ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്നാണ് പറഞ്ഞത്. ഇമാമിയങ്ങൾ ശിർക്ക് ചെയ്യില്ല എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടിയ ബഹുഭൂരിപക്ഷം. ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യൂമും മരിച്ചവർ കേൾക്കുമെന്ന് അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും മുശ്രിക്കാണോ, ഇവർ ശിർക്കുള്ള വിശ്വാസികളാണോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അല്ല, അവരാരും മുസ്ലിക്കുകളല്ല, ശിർക്കുള്ള വിശ്വാസമില്ല. ശിർക്കിനെതിരെ അതിശക്തമായി അവർ പ്രതികരിച്ചിട്ടുമുണ്ട്. ആ കേൾവിയെ പറ്റി അവർ പരാമർശിച്ചപ്പോൾ അവിടെ തന്നെ വളരെ കൃത്യമായ വിശദീകരണങ്ങൾ അവർ തന്നെയും നൽകിയിട്ടുണ്ട്. ഇസ്തിഹാസക്കെതിരെ അതിശക്തമായി രംഗത്തിറങ്ങിയ ആളുകളാണല്ലോ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യൂമും. അതുകൊണ്ട് തന്നെ ആ കേൾവിയും കാഴ്ചപ്പാടും എവിടെ പറഞ്ഞുവോ അതിന്റെ വിശദീകരണം എന്ത് എന്ന് അവർ തന്നെയും വിശദീകരിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞ കേൾവി എന്തോ അതും അവർ പറഞ്ഞിട്ടുണ്ട്. മരിച്ചവർ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന് പറഞ്ഞിടത്ത് അപ്പൊ മരിച്ചവരോട് മലക്കൾ ചോദ്യം ചെയ്യുന്നുണ്ട്, ആ ചോദ്യം മരിച്ചവർ കേൾക്കുന്നുണ്ട്. മരിച്ചവർ ചോദ്യം ചെയ്യുന്നു, മലക്കൾ ചോദ്യം ചെയ്യുന്നു, ആ ചോദ്യം കേൾക്കുന്നു, മറുപടി പറയുന്നു. അതൊക്കെ വിശ്വസിച്ചാൽ ശിർക്കാണ് എന്നല്ല അതിനർത്ഥം. മറിച്ച് ഇവിടുന്ന് അങ്ങോട്ടുള്ള വിളികൾ, അവിടെയാണ് ആവശ്യം ചർച്ച വരുന്നത്. അല്ല ഓല ലോകത്ത് വലുതുണ്ടോ അവിടെ വലുതുണ്ടോ അതല്ലല്ലോ വിഷയം. നമ്മുടെ ഇവിടുന്നുള്ള വിളികൾ, ആ വിളികൾ അവർ കേൾക്കുകയും അവർ അറിയുകയും ചെയ്യും എന്ന അർത്ഥത്തിലാണോ, അവിടെയാണ് നമുക്ക് ആ ചർച്ച തന്നെ, അല്ലാതെ മറ്റെവിടെയുമില്ല. പിന്നെ ഒരു പക്ഷെ അവരെ പേര് പ്രചരിപ്പിക്കപ്പെട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ചില ഹദീസ് സ്ഥാനത്ത് വിശദീകരണം നൽകിയിട്ടുണ്ടായിരിക്കാം. അതൊന്നും എന്തല്ല, മരിച്ചവർ നമ്മുടെ വിളി കേൾക്കുമെന്നോ അറിയുമെന്നോ ഉള്ള അർത്ഥത്തിലുള്ള വിശദീകരണമേ അല്ല. മുജാഹിദ് സാധാരണ ദുർവ്യാഖ്യാനിക്കാറുള്ളത് എന്താ? ഇന്നക ലാ തുസ്മിഉൽ മൗതാ, നിശ്ചയം നബിയെ നിങ്ങൾ കേൾപ്പിക്കൂല, എന്ത് മരിച്ചവരെ നിങ്ങൾ കേൾപ്പിക്കൂല, അപ്പൊ മരിച്ചവർക്ക് കേൾക്കാൻ കഴിയില്ല നായിലേ എന്ന സാധാരണ മുജാഹിദുകൾ ദുർവ്യാഖ്യാനിക്കാറുള്ളത്. അതിന്റെ അർത്ഥമല്ല, ഞാൻ അതിലേക്ക് കടക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഇന്നക ലാ തുസ്മിഉൽ മൗതാ. അതുപോലെ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, വേറൊരായത്ത്, നിങ്ങൾ ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മുജാഹിദിന്റെ മാസ്റ്റർ പീസ് ദുർവ്യാഖ്യാന ആയത്തുകളാണ് ഇതൊക്കെ. ഇത് രണ്ടുണ്ടാക്കി പിന്നെ ധൈര്യസമേതം നടക്കാന്ന മുജാഹിദിന്റെ വെപ്പ്. പാവം സാധുക്കൾപ്പെട്ട ആ അബദ്ധത്തിന്റെ ആഴം അളക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, ഈ രണ്ട് ആയത്തും ഇറങ്ങിയത് മുജാഹിദ് ആഫീസിലേക്കല്ലല്ലോ, അത് ഇറങ്ങിയത് എവിടേക്കാ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. അള്ളാന്റെ റസൂൽ എന്താ പറയുന്നത്? മരിച്ചവർ കേൾക്കുമെന്നാണോ കേൾക്കില്ലെന്നാണോ? സ്വഹീഹുൽ ബുഖാരിയാണ് എന്റെ കയ്യിൽ. സ്വഹീഹുൽ ബുഖാരി അതിൽ 67-ാം നമ്പർ അധ്യായം ഇമാം ബുഖാരി എന്ന ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതൻ പറയുന്നു, ബാബുൻ, ഒരു അധ്യായം പറയുകയാണ്. എന്താ അധ്യായം? അൽ മയ്യിത്തു, മരിച്ചവൻ, മയ്യിത്ത്, യസ്മഉ, അയാൾ കേൾക്കും, ഖഫ്തൻ നിആൽ, ചെരിപ്പിന്റെ ശബ്ദം, മരണപ്പെട്ട മയ്യത്ത് കേൾക്കും, ഖബറടക്കിയ മയ്യത്ത് കേൾക്കും എന്ന അധ്യായം വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഇതാ ഇതിൽ പറയുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല അൽ അബ്ദു ഇദാ വുളിയ ഫീ ഖബ്രിഹി, ഒരു മനുഷ്യനെ തന്റെ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ, വതവല്ല വദഹബ അസ്ഹാബുഹു, അവനെ അനുഗമിച്ചിരുന്ന, മറവ് ചെയ്യാനും അവന്റെ സംസ്കരണ പ്രക്രിയകളിലും പങ്കെടുത്തിരുന്ന അനുയായികൾ പിന്തിരിഞ്ഞു പോരുകയും ചെയ്താൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹത്താ ഇന്നഹു, ആ ഖബറടക്കപ്പെട്ട മയ്യിത്ത്, ലയസ്മഉ, ആ മയ്യിത്ത് കേൾക്കുക തന്നെ ചെയ്യും, അർഅനിയാലിഹിം, മയ്യിത്ത് സംസ്കരണ പ്രക്രിയകൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകളുടെ കാലിലുള്ള ചെരുപ്പിന്റെ ശബ്ദം ആ മയ്യിത്ത് കേൾക്കുക തന്നെ ചെയ്യും. ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹീഹുൽ ബുഖാരിയിൽ 1338 ഹദീസ്, 38-ാം നമ്പർ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ആയത്ത് ഇറങ്ങിയതാർക്കാ? റസൂലിന്. റസൂൽ പറയുന്നു, മയ്യത്ത് കേൾക്കും. സ്വഹീഹുൽ ബുഖാരി ഷാഫി ഇമാമിന്റെ കിതാബല്ലല്ലോ. സ്വഹീഹുൽ ബുഖാരി ബുഖാരി ഇമാം ഉണ്ടാക്കിയതാണല്ലോ. മുജാഹിദുകൾക്ക് തർക്കമില്ലല്ലോ. ആ ബുഖാരി ഇമാമാണ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത്. ബുഖാരി സ്വീകരിക്കില്ല എന്ന് പറയാൻ മുജാഹിദ് ധൈര്യം കാണിക്കുമെങ്കിൽ അതും ഞങ്ങൾക്ക് കേൾക്കാൻ ഇവിടെ കൗതുകമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഹദീസ് കഴിഞ്ഞില്ല. സ്വഹീഹ് മുസ്ലിമില്ല. ഈ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. ഇന്നൽ മയ്യിത, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നത് അങ്ങനെയാണ്, ഇന്നൽ മയ്യിത, ഒരു മയ്യിത്ത്, നിശ്ചയം മയ്യിത്ത്, ആ മയ്യിത്ത് ലയസ്മഉ, റസൂലുള്ളാഹി പറയുന്നു, ആ ഇദാ ഇന്നൽ മയ്യിത ഇദാ വുളിയ ഫീ ഖബ്രിഹി, തന്റെ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഇന്നഹു, എത്ര തഅക്കീദാ റസൂൽ പറയുന്നത്, ഇന്നഹു, നിശ്ചയം ആ മയ്യിത്ത്, ലയസ്മഉ, ആ മയ്യിത്ത് കേൾക്കുക തന്നെ ചെയ്യും, ഖഫ്തനി ആലിഹിം, മയ്യിത്തിന്റെ അവിടെയുള്ള ആളുകൾ, മറമാടാൻ വേണ്ടി വന്ന ആളുകൾ പിന്തിരിഞ്ഞു, ഇദൻ സറഫു, അവർ പിരിഞ്ഞു പോരുമ്പോ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം ആ മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും. ഖാല റസൂലുള്ളാഹി. സ്വഹീഹ് മുസ്ലിം 7217-ാം നമ്പർ ഹദീസ്. അപ്പൊ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളത് മരണപ്പെട്ട മയ്യത്തുകൾക്ക് കേൾക്കുന്നതാണ്, കേൾക്കൂലെന്നല്ല. അപ്പൊ പിന്നെ സ്വാഭാവിക ചോദ്യം എന്താ? ചോദ്യം അല്ല എന്നാ പിന്നെ മരിച്ച മയ്യത്ത് കേൾക്കൂല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ആയത്തുണ്ടല്ലോ, ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ നബിയെ നിങ്ങൾ കേൾപ്പിക്കൂല എന്നൊരു ആയത്ത് ഓതിയല്ലോ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറയുന്നില്ല, അതല്ല രസം. പറയേണ്ടതാരാ? മുജാഹിദുകൾ ആശ്രയ സ്രോതസ് എന്ന് അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ പറയുന്നത് എന്താണ്? അയാൾ പറയുന്നു, മുജാഹിദ് പറയുന്നു, ഇബ്നു തൈമിയ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ഖുർആൻ ശരിയല്ല എന്നാണ് അതിന്റെ അർത്ഥം. മുജാഹിദുകളുടെ വിചിന്തനമാണ് പറയുന്നത് എന്റെ അടുത്ത കയ്യിൽ. അങ്ങനെയുള്ള ഇബ്നു തൈമിയ പറയുന്നു, ഇബ്നു തൈമിയയുടെ ശിഷ്യനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനാണെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2-ൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ ₹1.25 വിലയുള്ള ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരു ആമുഖം എന്ന ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം രണ്ടുപേരും പറയുന്നു. എന്താ പറയുന്നത്? ഇന്നക ലാ തുസ്മിഉൽ മൗത വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താ? ഇവർ പറയുന്നു, അമ്മാ ഖൗലുഹു തആല വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ഇബ്നുൽ ഖയ്യിമും ഇബ്നു തൈമിയ മുജാഹിദ് പഠിപ്പിക്കുന്ന വിശ്വാസമില്ല. റസൂൽ മരിച്ചവർ കേൾക്കുന്ന പറയുന്നത്. നോക്ക് നിങ്ങൾ, ഇബ്നു തൈമിയുടെ ഫത്വയാണിത്. അലിൽ മയ്യത്തു യസ്മഉ കലാമ സായിരിഹി. ദീർഘമായ ചോദ്യം. അല്ല, മയ്യത്തിനെ സന്ദർശിക്കാൻ പോകുന്ന ആൾക്കാരുടെ സംസാരം കേൾക്കാൻ കഴിയോ? ചോദ്യത്തിന്റെ അവസാനത്തിൽ ഫാജാബ മറുപടി പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഅം യസ്മഉൽ മയ്യത്തു ഫിൽ ജുംല. പൊതുവിൽ മയ്യത്ത് കേൾക്കുന്നതാണ്. ഇബ്നു തൈമിയ നൽകുന്ന മറുപടി കേൾക്കൂലെന്നല്ല, കേൾക്കുന്നതാണ്. ഇനി ഇബ്നുൽ ഖയ്യിം പറയുന്നത് എന്താ? മരിച്ചവർ കേൾക്കുന്നു മാത്രമല്ല, അതിനുള്ള തെളിവ് എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ്, വയദുല്ലു അലൈഹി, മരിച്ചവർ കേൾക്കുമെന്നതിന് തെളിവല്ലേ എന്ത്? മാ ജറാ അലൈഹി അമലുന്നാസി ഖദീമൻ വഇലൽ ആൻ. 19-ാം പേജ്. അതിൽ പറയുന്നത് എന്താ? മുമ്പ് മുതലേ നടന്നു വരുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? മിൻ തൽഖീനിൽ മയ്യിത്തി, മയ്യത്തിന് തൽഖീൻ ചൊല്ലി കൊടുക്കുന്നു. ഫീ ഖബ്രിഹി, മയ്യത്തിന്റെ ഖബറിൽ ചെന്ന് നമ്മൾ തൽഖീൻ ചൊല്ലി കൊടുക്കണില്ലേ? അതെന്തിനാ? വലൗലാ അന്നഹു യസ്മഉ ദാലിക, ഈ മയ്യത്ത് കേൾക്കുകയില്ലെങ്കിൽ, വയന്തഫഉ ബിഹി, അതിന് ഉപകാരം ചെയ്യാനും കഴിയില്ലെങ്കിൽ, ലം യകുൻ ഫീഹി ഫായിദ, അതിൽ ആ തൽഖീൻ ചൊല്ലി കൊടുക്കുന്നതിൽ ഒരു ഫലവും ഉണ്ടാവുകയില്ലല്ലോ. ആരാത് പറയുന്നത്? ഇവരുടെ നേതാവ് ഇബ്നുൽ ഖയ്യിം പറയാ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായില്ലേ, തൽഖീൻ ചൊല്ലി കൊടുക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിലായില്ലേ മരിച്ചോല് കേൾക്കുന്നു. ഇത് ചില്ലറ വിഷയമാണോ എന്നാണ് ഇബ്നുൽ ഖയ്യിം ചോദിക്കുന്നത്. എന്നിട്ട് അയാൾ പറയാ, അപ്പൊ ഒരു ചോദ്യമുണ്ട്. അമ്മാ ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഖൗലുണ്ടല്ലോ, വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആയത്ത് വേറെ അടുത്ത വരിയിൽ അദ്ദേഹം ഇന്നക ലാ തുസ്മിഉൽ, അടുത്ത പേരയിൽ ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉ സുമ്മ ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അയാൾ പറയുന്നു, ഫസിയാഖുൽ ആയത്തി,
ഈ ആയത്തിന്റെ ഒക്കെ പശ്ചാത്തലം അപ്പുറോ ഇപ്പുറോ നോക്കണം. പൗതി കട്ടാ ശരിയാവൂല. ആരാ പറയുന്നത്? ഇബ്നുൽ ഖയ്യിം പറയും, ഇവരുടെ നേതാവ് പഠിപ്പിക്കുക. അപ്പൊ സിയാഖുൽ ആയത്തിയും ഈ ആയത്തിന്റെ പശ്ചാത്തലം യദുല്ലു അത് അറിയിക്കുന്നു അലാ അന്നൽ മുറാദ മിൻഹാ, ഈ പറഞ്ഞ ആയത്ത് കൊണ്ടുള്ള അൽ മൗത എന്നത് കൊണ്ടുള്ള വിവക്ഷ അന്നൽ കാഫിറൽ മയ്യിത്തൽ ഖൽബി ലാ തഖ്ദിറു അലാ ഇസ്മാഇഹി ഇസ്മാഅൻ യൻതഫിഉ ബിഹി. എന്താ പറയുന്നത് എന്നറിയോ? അയാൾ പറയാണ് അതിന്റെ അർത്ഥം മരിച്ചോര് കേൾക്കൂല എന്നല്ല, പിന്നെന്താ? ഈ മൗത എന്ന് പറഞ്ഞാൽ ഹൃദയം മരിച്ച അവിശ്വാസികൾ എന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് അന്നൽ കാഫിറ അൽ മയ്യിത്തൽ ഖൽബി, ഹൃദയം മരിച്ച അവിശ്വാസികൾ, അവർക്ക് കേൾക്കാൻ കഴിയില്ല. അതെന്ത് കേൾവി? കാതുകൊണ്ട് കേൾവി കേൾക്കൂല എന്നല്ല. നമ്മൾ സാധാരണ പറയുന്നത് ബാപ്പാര് മക്കളോട് പറയില്ലേ, എടാ ഞാൻ എത്ര ഒരാഴ്ച നിങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ആരും ഇത് കേട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? പാവം ആ ബാപ്പാനെ മക്കൾക്ക് ആർക്കും കാതില്ലാന്ന ഒക്കെ ചോടുപൊട്ടന്മാരാന്നല്ല. അതിന്റെ അർത്ഥം എന്താ? ഒന്നും അനുസരിച്ചില്ല. ഉസ്താദ് ശിഷ്യന്മാരോട് പറയും, ഞാൻ ഇന്നലെ എഴുതി കൊണ്ടുവരാൻ പഠിച്ചിട്ട് നിങ്ങൾ ആരും എഴുതി കൊണ്ടില്ല, നിങ്ങൾ ആരും അത് കേട്ടില്ലല്ലേ. എന്തായി കേട്ടില്ല എന്ന് പറയുന്ന അർത്ഥം? അനുസരിച്ചില്ല. അത് മലയാളത്തിൽ പറയുന്നത് പോലെ അറബിയിലും പറയും. അതാണ് ഇതിന്റെ വിവക്ഷ. കണ്ടോ? ഇസ്മാഅൻ യൻതഫിഉ ബിഹി, ഉപകാരം ചെയ്യുന്ന, അതായത് അനുസരിക്കുക എന്ന കേൾവിയാണ്. എന്നിട്ട് അവസാനം വിശദീകരിച്ച ആൾ പറയുന്നു വലം യുരിദു സുബ്ഹാനഹു, മുജാഹിദുകളുടെ നേതാവ് അനുശാസിക്കുന്നത് വലം യുരിദു സുബ്ഹാനഹു, അല്ലാഹു ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ത്? അന്ന അസ്ഹാബൽ ഖുബൂരി, അവരിലുള്ള ആളുകൾ ലാ യസ്മഊന ശൈഅൻ അൽബത്താം, അവരിലുള്ളവർക്ക് തീർച്ചയായും ഒന്നും കേൾക്കാൻ കഴിയില്ല എന്ന് അല്ലാഹു ഉദ്ദേശിച്ചിട്ടേ ഇല്ല. മുജാഹിദുകളെ ആരാ പറയുന്നത്? മുജാഹിദിന്റെ പതാക വാഹകനെന്ന് ആപ്പീസിൽ ഇറക്കിയ പുസ്തകത്തിൽ പറഞ്ഞ ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബുർ റൂഹിന്റെ 19ാമത്തെ പേജിൽ പറയുന്നു. അപ്പൊ ആ ആയത്തൊന്നും ഓതി ഇവിടെ മേക്കെട്ട് കയറാൻ വരണ്ട. അതൊക്കെ ഞങ്ങൾ കണ്ടതാണ്, വിവരമുള്ളവരൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിമിന്റെ ഇബ്നു തൈമിയ്യയും അതേ ആയത്ത് ഓതിയിട്ട് തന്റെ ഫതാവയിൽ പറയുന്നു. ആര്? ഇബ്നു തൈമിയ്യ മജ്മുഅത്തുൽ ഫതാവയിൽ ഇതേ ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താ? ഈ പറഞ്ഞ ആയത്ത് കൊണ്ട് മരിച്ചവർ കേൾക്കൂല എന്ന് ഒരിക്കലും കിട്ടൂല. കണ്ടോ? ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞത് കൊണ്ട് വിവക്ഷ ഫൈനൽ മുറാദ ബിദാലിക സമഉൽ ഖബൂലി വൽ ഇംതിസാൽ, അനുസരിക്കൂല എന്നാണ്. അത് തന്നെ കാഫിറുകൾ അവിശ്വാസികൾ അനുസരിക്കൂല എന്നാണ്. അതല്ലാതെ കബറടക്കിയ ആളുകൾക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് ഈ ആയത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ലേ ഇല്ല. എന്റെ അടുത്ത കയ്യിലുള്ളത് മുജാഹിദ് ആശയ സ്രോതസ് ഇബ്നു തൈമിയ്യ, വലത്തെ കയ്യിലുള്ളത് പതാക വാഹകൻ എന്ന് അവർ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം. രണ്ടും നമ്മളെ നേതാവല്ല, മുജാഹിദ് നേതാവാണ്. ഈ പറഞ്ഞത് ശരിയല്ല എന്ന് ഏതെങ്കിലും മുജാഹിദ് പറഞ്ഞോ, അവൻ ഖുർആനെ നിഷേധിക്കുന്നവനാണ്. വിചിന്തനം വാരിക 2005 ഫെബ്രുവരി 25. കണ്ടപ്പോൾ അത് പ്രമാണങ്ങളിൽ ഏറ്റുമുട്ടിയാൽ മണിയായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ കാണാം മയ്യത്തിന്റെ ബലത്ത് പേൻ പോണമായി പോകും. ഞാൻ വെറുതെ പറഞ്ഞല്ല. അപ്പൊ ഈ ആയത്തിലൊന്നും മരിച്ച മഹാത്മാക്കളോട് തേടുന്നതിന് എതിരല്ല. എന്നാണ് ഞാൻ പറഞ്ഞത്, മഹാത്മാക്കളോട് തേടിയവരാണ് സ്വഹാബികൾ. 2 സ്വഹാബികളെ, ഒരുപാട് സ്വഹാബികളെ ചരിത്രം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തി. നിങ്ങളുടെ ഭാഷയിൽ അവരൊക്കെ മുശ്രിക്കാണ്, കാഫിറാണ്. അപ്പൊ നിങ്ങൾ ഓതിയ ആയത്തിൽ എന്തില്ല? റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ പാടില്ല എന്നൊരിക്കലും ഇല്ല.